നമ്മൾ ഇനി കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ കപ്പലപ്പള്ളിയിൽ വിഷ്ണു സുരേഷ് തയ്യാറായി നിൽപ്പുണ്ട്. വിഷ്ണു, ഹാപ്പി ക്രിസ്മസ്. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഞാനൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞായിരുന്നോ, കേട്ടായിരുന്നോ? കൊച്ചി കപ്പലപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന് കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു. വിഷ്ണു സുരേഷ് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർക്കൊപ്പം ചേരും. അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ, പള്ളികളിലൊക്കെ ഇങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റായി. അതായത് അർദ്ധരാത്രിയോട് കൂടിയുള്ള പാതിരാ കുർബാന അത് ദേവാലയങ്ങളിൽ എങ്ങും മുഴുകി കേൾക്കുകയാണ്. ഇപ്പോൾ വിവിധ പള്ളികളിൽ വിവിധ രീതിയിലുള്ള ആഘോഷങ്ങളും ചടങ്ങുകളുമാണ് നടക്കുന്നത്. ഈ പാതിരാ കുർബാനയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കപ്പലപ്പള്ളിയിൽ നിന്ന്, കൊച്ചി കപ്പലപ്പള്ളിയിൽ നിന്നാണ് വിഷ്ണു സുരേഷ് ചേരുന്നത്. വിഷ്ണു, നല്ല ഭംഗിയുള്ള പള്ളിയാണ്. ഞാനൊരു ക്രിസ്മസ് ആശംസ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു. അതിപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പള്ളിയിലെ ആഘോഷങ്ങൾ, ഒപ്പം തന്നെ ചടങ്ങുകൾ? പ്രവിത, ഹാപ്പി ക്രിസ്മസ്. അല്പസമയം മുമ്പാണ് കപ്പലപ്പള്ളിയിൽ പാതിരാ കുർബാന ആരംഭിച്ചത്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലാണ് പാതിരാ കുർബാനക്ക് നേതൃത്വം നൽകുന്നത്. വലിയ ഭക്തജന തിരക്ക് ഈ പള്ളിയിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാതിരാ കുർബാന നടക്കുന്നൊരു പള്ളി കൂടിയാണ് സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ആദ്യം പ്രദക്ഷിണമായി വന്ന് ഉണ്ണിയേശുവിന്റെ തിരുരൂപമായി എത്തി. അതിനുശേഷം ഇപ്പോൾ പാതിരാ കുർബാന അർപ്പിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങ് പൂർത്തിയാകും. ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ പ്രാർത്ഥനാമുഖരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയാണ്. സംസ്ഥാനത്തും രാജ്യത്തുമുള്ള എല്ലാ ദേവാലയങ്ങളിലും ഇപ്പോൾ പാതിരാ കുർബാന അർപ്പിക്കുന്ന ചടങ്ങാണ്. കഴിഞ്ഞ 1 മാസക്കാലമായി അവർ അനുശാസിച്ചിരുന്ന വ്രത കാലം അവസാനിക്കുന്നു. അതോടൊപ്പം തന്നെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അടയാളമായി ഉയർത്തിക്കാട്ടുന്ന ക്രിസ്മസ് അത് ഇന്ന് പിറവിയെടുത്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയൊരു തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ തിരക്ക് സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ അനുഭവപ്പെടുന്നുണ്ട്. വളരെ സൂചിപ്പിച്ചതുപോലെ വളരെ ഭംഗിയുള്ള ഒരു പള്ളി കൂടിയാണ്. അതിനെ ക്രിസ്മസ് ആയതുകൂടി അതിന്റെ ഭംഗി കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഈ കുർബാന നടപടികൾ അവസാനിക്കും. കൊയറും അതോടൊപ്പം തന്നെ മറ്റ് നടപടികളൊക്കെ അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. ഒരു പക്ഷേ വരാപ്പുഴ അതിരൂപത അധ്യക്ഷന്റെ ഭാഗത്ത് ഒരു ക്രിസ്മസ് സന്ദേശം കൂടി ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. കൊച്ചി കപ്പലപ്പള്ളിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് പ്രേക്ഷകർക്ക് കാണാം. തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, തൃശൂർ എന്നിവിടങ്ങളിൽ എല്ലാം, അതായത് സംസ്ഥാനത്ത് മാത്രമല്ല ലോകമെമ്പാടും വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കും എന്ന് തന്നെ വേണം പറയാൻ. വലിയ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ ജാതിമത ഭേദമന്യേ എല്ലാവരും വിവിധ സ്ഥലങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത് സ്വാഭാവികമായും പള്ളികളിൽ തന്നെയാണ്. പള്ളിയിൽ തിരുപ്പിറവിയുടെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.